ഹലോ, അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് മറ്റൊന്നുമല്ല. വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് വൈകി. ഇപ്പം തന്നെ എല്ലാവരും അത്യാവശ്യം പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും തങ്ങളാൽ ആകാവുന്ന വിധമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കറിയാം വയനാട്ടിലേക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും സഹായങ്ങൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക. അതിപ്പോൾ പൈസയായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സാധനങ്ങളായിട്ടായിക്കോട്ടെ, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും അല്ലാതെ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ മനുഷ്യരായിട്ട് ഉള്ള എല്ലാവരും എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് മാത്രമേ അവർ തിരികെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവർക്ക് എല്ലാം ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പോലും അവർക്ക് തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ മനുഷ്യരെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ചെയ്യാൻ പറ്റാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. മറ്റാരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കുക. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് മാത്രമേ ഇനി അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നുമില്ല. അവിടെയുള്ള എന്താ പറയുക, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പാല് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അമ്മമാർ വരെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളെ കൊണ്ടാകാവുന്ന വിധമുള്ള എല്ലാ സഹായവും നമ്മളും ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ വയനാടിനെ കൈപിടിച്ച് നിർത്താം.